വഴിതെറ്റിയ വേനൽ മഴയിൽ കുളിച്ചും കാറ്റിൽ ഉലഞ്ഞാടിയും കണിക്കൊന്ന മരം കരഞ്ഞ് കരഞ്ഞ് അങ്ങനെ നിന്നു. അതുവഴി പറന്നു വന്ന മാടത്തക്കിളി മരത്തോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നു? കണിക്കൊന്ന നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, താഴേക്ക് നോക്കിയേ, എൻ്റെ എത്രമാത്രം പൂക്കളാണ് കാറ്റും മഴയും കൊഴിച്ചിട്ടിരിക്കുന്നത്. അത് കേട്ട് കിളി സാന്ത്വനിപ്പിച്ചു, എന്തിനാണ് താഴേക്ക് നോക്കുന്നത്? നീ നിന്നിലേക്ക് മാത്രം നോക്കിയാൽ മതി. എന്തുമാത്രം മഞ്ഞപ്പൂക്കളാണ് ഇപ്പോഴും ചില്ലകളിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും, പക്ഷേ അപ്പോഴും പുഞ്ചിരിക്കുവാനുള്ള സാധ്യതകൾ കാണാതെ പോകരുത്. ചില നേരങ്ങളിൽ ജീവിതം വല്ലാത്ത കുസൃതി കാണിക്കും. പ്രതീക്ഷയോടെ നമ്മൾ കൂട്ടിയ സ്വപ്ന കൂമ്പാരത്തെ ഒരു നിമിഷാർത്ഥ നേരം കൊണ്ട് ചില ദൗർഭാഗ്യങ്ങൾ കവർന്നെടുക്കും. എന്നാൽ ഏതൊരുവൻ്റെയും തകർന്ന സ്വപ്നങ്ങൾക്കു പിന്നിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നാം കാണാതെ പോകരുത്. നിരാശയിലും നമ്മിൽ പ്രത്യാശ ഉളവാക്കാൻ ദൈവത്തിന് സാധിക്കും. ഓർക്കാം തിരുവചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം.